ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അദൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണത് എവിടേക്കാണെന്നറിയോ? നമ്മുടെ ഇവിടെ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കാണാമെന്നുള്ളൊരു മൈൻഡിൽ ഞാനും ആദുമോനും അനിയത്തിയും പാടെ ഞങ്ങളെല്ലാവരും കൂടെ എക്സിബിഷൻ കാണാൻ വേണ്ടി പോകും കേട്ടോ. ഞാൻ വണ്ടിയിലാണ് പോണത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടുന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, ചേലക്കര എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ പറയുക, ചേലക്കര എത്തുന്നേക്കാളും മുന്നേട്ടോ. എൻ്റെ വീട് പഴയന്നൂരാണ്, ഇത് സ്പോട്ട് കിടക്കുന്ന ചേലക്കര. ഞങ്ങൾക്കൊരു 5 കിലോമീറ്റർ എങ്ങാനുള്ളൂ മാക്സിമം. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇപ്പോൾ എത്തും. മോനുണ്ട്, മോനാണ് ഈ സന്തോഷം കേട്ടോ അങ്ങനെ പറയാം. കാരണം അവിടെ പാമ്പൊക്കെ ഉള്ള കാരണം അവനൊക്കെ ഇങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവന് കളിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പം അവനെന്നെ ഞങ്ങളെക്കാളും കൂടുതൽ അവനാണ് സന്തോഷം. അവനവിടെ എത്തുമ്പോൾ തുള്ളിച്ചാടനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താ പറയട്ടെ, എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ പോണ്, ഞാൻ 2ാമത്തെ പ്രാവശ്യം പോണ്. പക്ഷേ മോള് എന്താ പറയുക, അനിയത്തി, അവളുടെ പേര് ബാനു എന്നാട്ടോ. അവൾ എന്താ പറയുക ആദ്യത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്. ഇത് കണ്ടോ, എയറോപ്ലെയിൻ്റെ ലുക്കൊക്കെ വെച്ചിട്ടൊരു ഡമ്മി ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഞങ്ങൾ പോയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല കേട്ടോ. അവർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതിൻ്റെ ഇടയിൽ ആദ്യമോനും ഇവിടെ ഇരുന്ന് വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ കേട്ടോ. എന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കണത് കേട്ടത്. ഒരാൾക്ക് 50 രൂപയാണ്. എന്താ പറയുക, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആട്ടോ. എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടവർക്ക്. പക്ഷേ എന്താ പറയുക, ഉള്ളിൽ കയറി റൈഡുകളൊക്കെ കയറാൻ കാശ് കൊടുക്കണം എന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അതുമോന് ഓടുക കേട്ടോ. അവന് നിൽക്കാനുള്ള ഒഴിവൊന്നുമില്ല. സന്തോഷം കൊണ്ട് അതവിടെ ഓടി. ഞങ്ങൾ പിന്നാലെ പോയി പിടിക്കണവന്. എന്നിട്ട് കണ്ടില്ലേ, ഇതൊക്കെ അവിടുത്തെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണേക്കാൾ മുന്നുള്ള എൻ്റെ ഉള്ളിൽ കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയ റൈഡുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നോക്കി നോക്കാം. കുറേ പൂക്കൾ നോക്കിയേ. ഇതൊരു സമ്മതിക്കണം കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം അല്ലേ, കണ്ട നമുക്ക് ശരിക്കുള്ള പൂക്കളാവുന്നു സംഭവം. ഇത് ആർട്ടിഫിഷ്യലാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. സൂര്യകാന്തിക്ക് ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിന്നൊന്നും അറിയാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സിസ്റ്റർ വന്നിട്ട് ഞങ്ങളെ ഫോട്ടോ എടുത്തിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ എടുത്തു കൊടുക്കാൻ പോയി. ഇത് കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ. അവരിതിൽ ഒരുപാട് സെറ്റ് മലകൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാറക്കെട്ടൊക്കെ പോലെ അവരവരെ അറിയുന്ന പോലെ കേട്ടോ. അതിൻ്റെയൊക്കെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കിയേ എന്ത് രസമല്ലേ കാണാൻ. ഇത് കയറുന്ന ഭാഗം കേട്ടോ. ഇനി ഉള്ളിലേക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനും ഭംഗിയുണ്ട്. അത് കഴിഞ്ഞതും കുറച്ച് അക്വേറിയം, ഓരോരോ 2-3 ഒരു 5-6 തരം മീനുകൾ കേട്ടോ. കുറേയൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, അത് പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കാണാണ്ടുണ്ട് കേട്ടോ. ഓടി അവന് വഴി അറിയുന്ന പോലെ അവൻ്റെ ഓട്ടം. മുന്നേ അവന് ഇവിടെ അവൻ്റെ ജോലിന്ന് അവൻ്റെ വിചാരം. അങ്ങനെ അവൻ്റെ കണ്ട് നോക്കി. ആകെ 2-3 തരം കേട്ടോ വലിയ മീനുള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. തിരക്ക് ഞങ്ങൾ കയറിയ സമയത്ത് ചെറിയ തിരക്കുണ്ട്. പിന്നെ കുറേ എലികൾ, വ്യത്യസ്തമായ ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എലികളാട്ടോ. നമുക്കൊന്നും നമ്മളൊക്കെ അവർ കാണണം ഇങ്ങനത്തെ പേര്, ഇവർക്ക് ഓരോ പേരൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ പേരുള്ള എലികളെ കാണുന്നത് നമ്മൾ തന്നെ ആദ്യമായിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നിനെ നോണ്ടിട്ടോ, ഇങ്ങനെ കൈയിട്ട് കൊത്തിപ്പോൾ എന്നെ നോക്കി 2 പേര് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ കാര്യം നോക്കിയിട്ട് പോയിട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ നിങ്ങൾ കണ്ടോട്ടെ പറഞ്ഞിട്ടാണ് ഓരോന്ന്
എടുത്ത് കാണിച്ചില്ല. അത് നോക്കി കിടന്നുറങ്ങണുണ്ടോ. നമ്മൾ വരുന്ന നേരത്തെ ഒട്ട മിക്കതും കിടന്നുറങ്ങായിരുന്നു കേട്ടോ. ഭയങ്കര ജാടിയായിരുന്നു എല്ലാത്തിനും. നോക്കിയൊക്കെ കിടന്നുറങ്ങുക. ഇത് നോക്കിയേ, ഇത് കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ബാക്കിയുള്ളതിലൊക്കെ 2 ഇത് പിന്നെ പാമ്പാട്ടോ. പാമ്പ് 2-3 തരം പാമ്പുണ്ട് കേട്ടോ. നോക്കിയേ, അത് എന്ത് പാമ്പ് എനിക്കറിയില്ല. ഇത് പച്ചില കൊത്തിയില്ലേ, അതാട്ടോ. അത് മരത്തിലിങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത്ര പാമ്പുള്ളൂ. ഇത് പിന്നെ നമുക്ക് പാമ്പിൻ്റെ കൂടെ പഞ്ചവർണ്ണതത്തയുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ ടൂന്തുണ്ട്. പിന്നെ വേറൊരു ലോ ബേർഡ്സ് പോലത്തെ ഒരു കിളിയുണ്ട് കേട്ടോ. ആൾക്കാരെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടേ. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ ഒരു പേടിയില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ. പക്ഷേ ആദ്യമോന് അത് സമ്മതിക്കണില്ല. ഒരു ഇതിലും അത് സമ്മതിക്കണില്ല. ഫോട്ടോ എടുക്കാൻ പോലും ആദ്യമോ സമ്മതിക്കണില്ല. പാമ്പ് ഞാനതിനെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. ആ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് കണ്ടില്ലേ, ഇതൊക്കെ ഇതെന്തോ ഒരു സാധനം, മുതലേനൊക്കെ പോട്ടെ. പിന്നെ ഇവിടെ നിന്ന് കുറേ കിളികളുണ്ട്, ഇഷ്ടം പോലെ കിളികൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു തത്തമ്മ. ഓക്കെ, കിളികൾ എനിക്ക് നല്ല ഇഷ്ടമായ 2-3 കിളികളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇത് കുരങ്ങാട്ടോ, കുരങ്ങ്. ഇതും കുരങ്ങനാണ്. ഇതൊക്കെ കിളിയുടെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. നല്ല രസമുണ്ടല്ല കാണാൻ. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി. അവറ്റയുടെ കൂട്ടത്തോടുള്ള ഇരുത്തവും പിന്നെ നല്ല ഭംഗിയില്ല അവരുടെ. നമ്മൾ പണ്ട് നമ്മളെ നോട്ട്ബുക്കൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ അത്തമ്മയുടെ പിക്ചേഴ്സ് ഉണ്ടാവും നോട്ട്ബുക്കിൽ ഫ്രണ്ടിലൊക്കെ. നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവാറ്. ഇതിന് കണ്ടില്ലേ, ഇതെന്നോട് വർത്താനം പറഞ്ഞിട്ടാ. വർത്താനം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അടുത്ത് വരുന്നപ്പോൾ ഹലോ ഹായ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ഹായ് പറഞ്ഞു. അപ്പോൾ ഹലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ഹലോ എന്ന് പറഞ്ഞു കേട്ടോ ഇതിനോട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടുള്ളൂ, ഇത് വർത്താനം പറയുമോ ചോദിച്ചു. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്നിട്ടും. അപ്പം ഞാൻ എന്നോട് വർത്താനം പറഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ വന്നിട്ട് വർത്താനം പറഞ്ഞു. കണ്ടെന്നാവും പുറത്തേക്ക് ഇടണണ്ട പേപ്പർ തിന്നേ തോന്നുന്നുണ്ടത്. ഞാൻ പോയി ഞാനിങ്ങനെ അടിയിൽ കൂടെ കൈ കൊണ്ട് ഓരോന്ന് കാണിക്കാണ്ടപ്പോൾ താഴേക്കൊക്കെ നോക്കിയിട്ടോ. ഇത് പ്രാവ്, എന്ത് പ്രാവാണാവോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ പേരും ഓരോന്ന് കേട്ടോ. ഇതിരിക്കണമൊക്കെ എന്ത് രസാ. അതൊരു വെറൈറ്റി ഉണ്ടില്ല, അതേപോലത്തെ വെറൈറ്റി കേട്ടോ. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി വേറൊരു സെറ്റും കൂടി ഇതൊക്കെ. ഇവർ പിന്നെ റൊമാൻസാണ് കേട്ടോ അവിടെ. പിന്നെ ഇത് നോക്കി ഇരിക്കണ നോക്കി എന്ത് രസാലേ. പിന്നെ ഉള്ളത് കുറച്ച് കോഴികളാട്ടോ. കോഴികൾ, കാട്ടുകോഴികളൊക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ഓരോന്ന് കേട്ടോ. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ. പിന്നെ കുറേ ഇത് കണ്ടോ വീഡിയോ കേട്ടോ. നമ്മൾ മറ്റേ ഇതണ്ടില്ല, ഞാൻ പാമ്പിനെ പിടിച്ചിരിക്കുന്ന ഫോട്ടോയാ. ഞാൻ അതിനെടുത്ത ഫോട്ടോയിലൊക്കെ എന്നെ നോക്കുക, ആരും എടുക്കുന്നില്ലേ പേടിച്ചിട്ടേ. ഇത് നോക്കിയ തത്തമ്മ അനിയത്ത് പിടിച്ചതാട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഒക്കെ മുന്നത്തെ പ്രാവശ്യം പോയിട്ട് ഫോട്ടോ എടുത്ത കാരണമൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ കണ്ട വെറൈറ്റി എന്താണെന്ന് അറിയോ, നമ്മുടെ നൊസ്റ്റാളജി പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ കുറേ മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മിഠായികൾ പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അതേപോലെ തന്നെ നമ്മുടെ കടിച്ചാപ്പറച്ചി, നമ്മുടെ സിഗരറ്റ് മിഠായി, നമ്മുടെ മഴവിൽ മിഠായി, അതേപോലെ തന്നെ ഡാഡി മമ്മി മിഠായി, കടല മിഠായി. അതുപോലെ നമ്മുടെ മറ്റേ അതിലെനിക്ക് അത്ഭുതമായത് എന്താണെന്നറിയോ, ഇതൊക്കെ ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്തേലും ചെയ്തിട്ട് വീട്ടിൽ സംഘടിപ്പിക്കാമെന്ന് വയ്ക്കാം. മറ്റേ നമുക്ക് പണ്ട് കിട്ടില്ലേ ഈ കുതിരയിലും ആനയിലും എന്താ പറയുക, അതേപോലെ തന്നെ ഒക്കെയായിട്ട് അടിയിൽ കോല് പോലത്തെ മിഠായി, ഉണ്ട കളർ മിഠായിയാണ്, കളർ പോലത്തെ മിഠായി. നോക്കിയേ, ഇതിനെ ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ അവിടെ കണ്ടപ്പോൾ അന്തം വിട്ടു കേട്ടോ. ബാക്കിയുള്ളത് എന്തേലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഇഞ്ചി മിഠായൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോനായി മേടിച്ചതാട്ടത്. ഇങ്ങനത്തെ കണ്ടാൽ പിന്നെ നമ്മൾ പെടുന്നറിയാലോ. അതും വെച്ച് അതും കൂടെ നോക്കിയിട്ട് ഇത് കൂടെ ഇങ്ങനെ നടക്കും. പിന്നെ ഇതാ കുറേ നമ്മുടെ കുപ്പിവളകൾ,
പിന്നെ ഇത് പെണ്ണുങ്ങളുടെ സെക്ഷൻ അങ്ങനെയല്ല ഇതിനെ പറയും. കുറേ പണ്ടത്തെ കുപ്പിവളകൾ, പിന്നെ മാലകൾ, നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ ഞാൻ കണ്ടത് കുട്ടികൾക്കുള്ളതാട്ടോ. ഹെയർ ബെഞ്ച്, അവർക്കുള്ള സ്ലൈഡ്, അങ്ങനെ പിന്നെ കൺമഷി, ഐലൈനർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ മിഠായി ആയിട്ട് വാങ്ങിയത് ഇത് മാത്രം 5-6 മിഠായി മേടിച്ചു കേട്ടോ. പിന്നൊന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെ അത് ഐസ്ക്രീം, പോപ്കോൺ അതിൻ്റെ ഉള്ളിൽ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മോന് ഓടിപ്പോയി വാങ്ങാൻ പോയത്. അപ്പം ഞാൻ പറഞ്ഞു അവൻ ചിലപ്പോൾ അത് മേടിച്ച് എന്തെങ്കിലും റെഡിയിൽ കയറണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൈ തരും. ഇന്നത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ട് കഴിക്കാണ്ട് നശിപ്പിച്ചു. അങ്ങനെ കളയേണ്ടി വന്നു, കാരണം അത് ഉരുകിപ്പോയില്ലേ. അവിടെ പിന്നെ പാനിപ്പൂരി, മക്രോണി, അങ്ങനത്തെ കുറച്ച് ചായ കുടിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അവനതിൽ കയറണം എന്ന് പറഞ്ഞു. കുറച്ചേരം നിന്ന് തലയും കുത്തി നിന്നിട്ട് ഇന്ന് ശരി കയറിക്കോട്ടെ വിചാരിച്ചു. റേറ്റിലേക്ക് കയറാൻ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ ഞാനൊന്ന് കയറ്റി, പക്ഷെ അവൻ നേരെ കളിച്ചിട്ട് അപ്പത്തിന് ഇറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ കഴിക്കാനായിട്ട് പാനിപ്പൂരിയും മക്രോണി വാങ്ങിയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അനിയത്തിണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞാനവളോട് പറഞ്ഞിട്ട് ഒന്ന് എൻ്റെ വായിക്ക് വെച്ചേടി ഒരു പാനിപ്പൂരി എന്ന് പറയും. എൻ്റെ കയ്യിൽ അതായിരുന്നു. പിന്നെ കുറച്ച് ബാക്കുള്ള കാരണം എന്നിട്ട് അവനത് വേണം പറഞ്ഞിട്ട് അവനത് അവിടെ ഇരുത്തിയിട്ട് അവനത് വാരി വാരി കഴിച്ചു കേട്ടോ. പിന്നെ അവൻ്റെ ഇതായ വണ്ടി കാരണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ കയറ്റി വിട്ടു, ഇരുന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഇതിലവൻ മാത്രമേ ഉള്ളൂ കേട്ടോ കയറിയിട്ടുള്ളൂ, വേറെ ആരും കയറിയിട്ടൊന്നുമില്ല. ആളുകൾ വന്നുകൊണ്ടല്ലേ ഇരിക്കണുള്ളൂ. ഈവനിങ് ടൈമിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് 3 ആൾക്കൂടെ കയറാൻ പറ്റിയത് ഈ ഡ്രാഗണിലാണ് കയറിയത്, ട്രെയിന്. ഞങ്ങളെല്ലാവരും ഇവിടെ കയറി, അത് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ഇരുന്ന ശേഷം ഞങ്ങളുടെ ബാക്കിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, ഇതിലിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ. ഇതിൽ കയറിയപ്പോൾ അവനെ കണ്ടില്ലേ, അവൻ അതും വെച്ച് ഭയങ്കര ജാടയാണ്, പോസ്റ്റർ കണ്ടില്ലേ. ഞാൻ പിന്നെ ഇതിലേക്ക് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്ക് നോക്കി ഒരു സ്മൈൽ ചെയ്യണത് കേട്ടോ അത്. അങ്ങനെ നമ്മളിതിൽ പോകണുണ്ട് കേട്ടോ. അവിടേക്ക് ഇരുന്ന ആൾക്കാർ കൂകുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിത് നല്ല എൻജോയ് ചെയ്തേ. പിന്നെ അവനെ കൊണ്ടേ കയറ്റി ചെയ്ത് ഇതിലായിരുന്നു. ഇതിലിരുത്തിയിട്ട് നമ്മൾ കൈ കൊണ്ട് തിരിച്ച് കൊടുത്താലാണ് അതിങ്ങനെ ബോട്ടിങ്ങനെ പോളും. അപ്പോൾ അവൻ ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം തിരിക്കും, കുറച്ച് നേരം നിർത്തും, കുറച്ച് നേരം തിരിക്കും, അങ്ങനെ ഇതാക്കിയിട്ട് അവൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൽ. കണ്ടില്ലേ, അയാൾ വന്നിട്ട് പറഞ്ഞിടത്ത് അവനോട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നതാ. പിന്നെ തിരിക്കുന്നുണ്ടില്ല. ഞങ്ങൾ പിന്നെ അതിൻ്റെ അവനതിലാക്കിയിട്ട് ഞങ്ങൾ ഇതിൽ പോയി കയറിയിട്ടോ. അയ്യോ ചത്തില്ല എന്നുള്ളൂ. ഞങ്ങൾക്ക് മതിയും കൊതിയും ഒക്കെ അതിൽ കയറിയിട്ട്. ഏതിലറിയോ, നമ്മുടെ തോണിയിലില്ലേ. അയ്യോ നല്ല പേടിച്ചു. പിന്നെ നമ്മൾ ഈ ലേശം ഇരുട്ടാവാൻ തുടങ്ങിയിട്ടോ. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ അതിൽ 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഇനി വന്ന് കാണാത്തവരൊക്കെ വന്ന് കണ്ടോട്ടോ. പിന്നെ ഇതാ നമ്മൾ ഐസ്ക്രീം മേടിച്ച്, അത് മസ്റ്റാണല്ലോ. അതും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബ്സ് ഒന്നും ആയിട്ടില്ല. എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോ. നമുക്ക് വ്ളോഗൊക്കെ ചിരിക്കുക, ചില്ലായിട്ടിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അവരടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.